കണ്ണൂരിൽ നിന്ന് ബിജീഷ് ഗോവിന്ദൻ ചേർന്ന വിശദാംശങ്ങൾ നൽകാനായി. ബിജീഷിന്റെ മിനിറ്റുകൾ മാത്രമാണ് വോട്ടെടുപ്പിന് ബാക്കിയുള്ളത്. കണ്ണൂരിലെ പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് കാഴ്ച എങ്ങനെയാണ്? മോക്ക് പോളിംഗ് അവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രശ്നബാധിത ബൂത്തുകളൊക്കെ പ്രധാനമായും ഏതൊക്കെയാണ്? അവിടെയുള്ള സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ എങ്ങനെയാണ് ഒരുക്കിയിട്ടുള്ളത്? ജീന, ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ണൂരിലുള്ള ചെമ്പിലോട് ഗ്രാമപഞ്ചായത്തിലെ 18ാം വാർഡിലുള്ള 1ാം ബൂത്തിലാണ്. ഇവിടെ മോക്ക് പോളിംഗ് ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ്. നമുക്ക് കാണാം, തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ ഏജന്റുമാരും അവരുടെ ഈ മോക്ക് പോളിംഗ് നടപടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ പ്രിസൈഡിംഗ് ഓഫീസർ ഇത് നിയന്ത്രിക്കുന്നു. ഒപ്പം തന്നെ 3 മുന്നണികളുടെയും ഏജന്റുമാർ പോൾ ചെയ്ത് നോക്കുന്നുണ്ട്. അതായത് മെഷീന്റെ പ്രവർത്തനമാണ് അവർ വിലയിരുത്തുന്നത്. അത് കഴിഞ്ഞ് വേണം പോളിംഗിലേക്ക് 7 മണിയിലേക്ക് കടക്കാൻ. ഏകദേശം 2305 പോളിംഗ് ബൂത്തുകളാണ് കണ്ണൂർ ജില്ലയിൽ മൊത്തമായിട്ട് ഒരുക്കിയിരിക്കുന്നത്. 92 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, അതായത് 71 ഗ്രാമപഞ്ചായത്തുകൾ, 11 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 8 നഗരസഭകൾ, അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത്, കണ്ണൂർ കോർപ്പറേഷൻ എന്നിവിടങ്ങളിലായി 92 തദ്ദേശ സ്ഥാപനങ്ങളിൽ ഏകദേശം 5475ഓളം സ്ഥാനാർത്ഥികളാണ് ഇന്ന് ജനവിധി തേടുന്നത്. ഒപ്പം തന്നെ 20,92,000 വോട്ടർമാരുമുണ്ട്. നേരത്തെ ജീന സൂചിപ്പിച്ച ഈ 2305 ബൂത്തുകളിൽ ഏറ്റവും സംഘർഷ സാധ്യത വിലയിരുത്തപ്പെട്ടത് 1025 ബൂത്തുകളാണ്. ഇവിടെ വെബ്കാസ്റ്റിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇത് മോണിറ്റർ ചെയ്യുന്നതിന് കൃത്യമായിട്ട് കണ്ണൂർ ജില്ലാ കളക്ടറേറ്റിനകത്ത് പ്രത്യേക സംവിധാനം അവിടെ ഒരുക്കിയിട്ടുണ്ട്. കൃത്യമായ അതാത് സമയത്ത് ഈ ഓരോ വെബ് ക്യാമറയിൽ നിന്നും വരുന്ന ദൃശ്യങ്ങൾ കൃത്യമായി മോണിറ്റർ ചെയ്യും. അതിന് പ്രത്യേക ഉദ്യോഗസ്ഥരെ അടക്കം നിയോഗിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ കണ്ണൂർ ജില്ലയിലെ ഈ പോളിംഗ് ദിവസത്തെ സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി 5100ഓളം പോലീസുകാരാണ് വിന്യസിച്ചിരിക്കുന്നത്. കണ്ണൂർ സിറ്റി അതുപോലെ തന്നെ കണ്ണൂർ റൂറൽ ഇങ്ങനെ 2 ഡിവിഷനുകളായി തിരിച്ച് 2500 പോലീസുകാരെ കണ്ണൂർ സിറ്റി മേഖല, തലശ്ശേരി, കൂത്തുപറമ്പ്, ഒപ്പം കണ്ണൂർ ഇവിടങ്ങളിലായിട്ട് 2500 പോലീസുകാരെയും ഒപ്പം കണ്ണൂരിന്റെ റൂറൽ മേഖലകളിലേക്കായിട്ട് 2600 പോലീസുകാരുമാണുള്ളത്. ഒപ്പം തന്നെ CRPF ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും ഈ സുരക്ഷയ്ക്കായി ഇവിടെ നിയോഗിച്ചിട്ടുണ്ട്. എല്ലാ പോളിംഗ് ബൂത്തുകളിലും ഇപ്പോൾ മോക്ക് പോളിംഗ് ആരംഭിച്ചു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇന്നിവിടെ പ്രധാനമായി വോട്ട് ചെയ്യുന്നവരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, അതുപോലെ തന്നെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, കെ സുധാകരൻ മുൻ KPCC പ്രസിഡന്റ്, EP ജയരാജൻ മുൻ മന്ത്രിയും അതുപോലെ തന്നെ LDF കൺവീനറുമായിട്ടുള്ള EP ജയരാജൻ, മന്ത്രിമാരായിട്ടുള്ള AK ശശീന്ദ്രൻ അതുപോലെ തന്നെ രാമേന്ദ്രൻ കടന്നപ്പള്ളി തുടങ്ങിയവർ ഇവിടെ വോട്ട് ചെയ്യാനുണ്ട്. രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ നാടായിട്ടുള്ള പിണറായിലാണ് വോട്ട് ചെയ്യുക. 8 മണിയോടുകൂടി വോട്ട് ചെയ്യും എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇത്തവണ വോട്ട് ചെയ്യാൻ കഴിയില്ല. കാരണം അദ്ദേഹത്തിന്റെ വാർഡിൽ, അതായത് ആന്തൂർ നഗരസഭയിലുള്ള മൊറാഴ 2ാം വാർഡാണ്. ആ മൊറാഴയിൽ എതിരില്ലാതെ CPMന്റെ സ്ഥാനാർത്ഥി വിജയിച്ചതോടുകൂടി അവിടെ ഇത്തവണ തെരഞ്ഞെടുപ്പ് നടക്കില്ല. ഒപ്പം സണ്ണി ജോസഫ് അദ്ദേഹത്തിന്റെ നാടായിട്ടുള്ള പായം ഗ്രാമപഞ്ചായത്തിലുള്ള വാർഡിലാണ് വോട്ട് ചെയ്യുന്നത്. അദ്ദേഹം 7 മണിയോടുകൂടി വോട്ട് ചെയ്യും എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇതുപോലെ തന്നെ മന്ത്രിമാരും മറ്റ് പ്രമുഖരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കളും ഒക്കെ ഇന്നത്തെ ഈ തെരഞ്ഞെടുപ്പിനകത്ത് വോട്ട് ചെയ്യുന്നതിന് കഴിഞ്ഞ ദിവസം തന്നെ കണ്ണൂരിലെത്തിയിട്ടുണ്ട്. ഈ സ്ഥാനാർത്ഥികൾ ഏറ്റവും പ്രമുഖരായിട്ടുള്ളത് കണ്ണൂർ കോർപ്പറേഷനിൽ മത്സരിക്കുന്ന KPCC അംഗം റിജിൽ മാക്കുറ്റിയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു വ്യക്തി. അതുപോലെ തന്നെ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലേക്ക് LDF സ്ഥാനാർത്ഥിയായി പിണറായിൽ നിന്ന് മത്സരിക്കുന്ന SFIയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് K അനുശ്രീയും ഈ സ്ഥാനാർത്ഥികളിൽ ഏറ്റവും പ്രമുഖയാണ്. ഏതായാലും ഇതുവരെ വലിയ അനിഷ്ട സംഭവങ്ങളോ മറ്റോ കാര്യങ്ങളോ ഒന്നും പ്രചരണഘട്ടത്തിലൊന്നും കണ്ണൂരിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ സുരക്ഷ അത് കർശനമായ രൂപത്തിൽ തന്നെ നടപ്പാക്കുന്നതിനുള്ള സംവിധാനം പോലീസ് ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ വോട്ടിംഗിൽ സുതാര്യത ഉറപ്പുവരുത്തുന്നതിനുള്ള നടപടികളും ഉദ്യോഗസ്ഥർ സ്വീകരിച്ചിട്ടുണ്ട്. ജീന.